വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പൊറോട്ട അടിക്കാൻ ആളവൻ വന്നാൽ വരാത്ത ദിവസം നമ്മൾ പിന്നെ പൊറോട്ട ഇല്ല അന്നത്തെ ദിവസം. പക്ഷേ ഈ മാവും കാര്യങ്ങളൊക്കെ വേസ്റ്റാണ് പിന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതേപോലെ ഞാൻ നമ്മുടെ VLCCയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് എൻ്റെ ഒരു ഫ്രണ്ട് നടത്തിയ ഫ്രാഞ്ചൈസിയിൽ GM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ മഞ്ജുനാഥ് എന്നും പറഞ്ഞൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ഉണ്ട്. പുള്ളി ഭയങ്കര കിടില ഹെയർ സ്റ്റൈലിസ്റ്റാണ്. ജാവേദ് ഹബീബിൻ്റെയൊക്കെ ശിഷ്യനായിട്ട് പഠിച്ച ഒരാളാണ്. അപ്പോൾ ഇവൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അപ്പോൾ അവിടെ വരുന്ന എല്ലാ ലേഡീസിനും പുള്ളി കട്ട് ചെയ്താലേ തൃപ്തിയാവുള്ളൂ. അപ്പോൾ പുള്ളി ഉണ്ടോ എന്നാണ് വിളിച്ചു ചോദിക്കുന്നത്. നിങ്ങൾ ഇന്ന് ലീവാണോ ഓപ്പൺ ആണോ എന്നല്ല, മഞ്ജുനാഥ് അവൈലബിൾ ആണ്. മഞ്ജുനാഥ് ഉണ്ടെങ്കിൽ വരും. അപ്പോൾ എവൻ ലീവ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ തീർന്ന്. എവൻ ഇപ്പോൾ 15 ദിവസം ലീവാണെങ്കിൽ ആ സെൻറ്ററിൻ്റെ മൊത്തം ടോട്ടൽ റവന്യൂ 50% താഴെ പോകും. അപ്പോൾ പിന്നെ എവൻ ലീവ് എടുക്കാതെ നമ്മൾ എവനെ സോപ്പിട്ട് അവന് മറ്റേ എക്സ്ട്രാ പൈസ കൊടുത്ത് എന്ന് വെച്ചാൽ ഞാൻ ടെക്നിക്കലി നോക്കുമ്പോൾ ഞാൻ GM ആണ്. എന്നെ കാട്ടി ഇരട്ടി സാലറി ഇവൻ വാങ്ങിക്കുന്നത്. ആ മുടി വെട്ടണവൻ അവന് സാലറി പ്ലസ് അവൻ്റെ കമ്മീഷൻ ഇൻസെൻറ്റീവ്സ് ഒക്കെ ആ ലെവലിലാണ്. അപ്പം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, സ്കിൽഡ് ലേബറാണ് ലൈഫിൽ ഏറ്റവും വലിയ സംഭവം. അതില്ലാതെ നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ നമ്മൾ പലരെയും കാല് പിടിക്കേണ്ടി വരും. അതാണ് വിവേകിന്റെ എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ പൊറോട്ട അടിക്കാൻ ആളവൻ വന്നാൽ വരാത്ത ദിവസം നമ്മൾ പിന്നെ പൊറോട്ട ഇല്ല അന്നത്തെ ദിവസം. പക്ഷേ ഈ മാവും കാര്യങ്ങളൊക്കെ വേസ്റ്റാണ് പിന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട്.